ഹലോ എവ്രി വൺ, ഇന്നൊരു ടൊമാറ്റോ ഫ്രൈ മസാലയാണ് നോക്കാൻ പോകുന്നത്. എൻ്റെ മോൾ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് അമ്മ ഇതുപോലെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ഇതങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡ് ടേൺ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ടൊമാറ്റോ ഫ്രൈ മസാലയാണ്. ഇത് തട്ടുകട സ്റ്റൈൽ മസാല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും സംഗതി നന്നായിട്ടുണ്ട്. ഞാൻ അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സെറ്റ് ഇതാ ഫ്രൈ ആയി കഴിഞ്ഞു. മാറ്റി വെച്ച ശേഷം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഫ്രൈ അവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം ഇട്ടു. ഇനി അതിൻ്റെ കൂടെ തന്നെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗാർലിക്ക്, ജിഞ്ചർ, ഒരു പച്ചമുളക്, കരിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ സവാളയാണ് ആഡ് ചെയ്യുന്നത്. ഇത് റിങ് പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ട് ഇതാ ഇങ്ങനെ റിങ് പോലെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സോട്ടേ ചെയ്യുക. ഇതിപ്പോൾ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്ലൂസൻറ്റ് ആയാൽ മതി. ഇപ്പോൾ ഇതാ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ആയി വന്ന ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഞാൻ 1/4 ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണയ്ക്കൊന്ന് പോട്ടെ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി അതാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അസലാണ്. ഇത് സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാ തക്കാളിയും ആഡ് ചെയ്ത ശേഷം വഴറ്റി കൊടുത്തു. എന്നിട്ട് ഒരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയ് സോസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. നല്ല അസലായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാവും.